വെഹിക്കിളുകൾ ചാർജ് ചെയ്യുന്ന സ്റ്റേഷനുകളിൽ വില പെട്ടെന്ന് മാറിമറിയും. വളരെ പെട്ടെന്ന് EV ഡ്രൈവർമാർ ഇതിനനുസരിച്ച് ചാർജിംഗ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടി വരും. US-ലുള്ള 10,700 ചാർജിംഗ് സ്റ്റേഷനുകൾ ഈ അടുത്ത കാലത്താണ് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ചാർജുകൾ മണിക്കൂറുകളുടെ ഇടവേളകളിൽ മാറ്റാൻ ആരംഭിച്ചത്. ഇതിന് പല മാനദണ്ഡങ്ങളാണ് ആശ്രയിക്കുന്നത്. പ്രധാനമായും സപ്ലൈ, ഡിമാൻഡ്, കാലാവസ്ഥ, പ്രത്യേക ആഘോഷങ്ങൾ, ഒഴിവുദിന യാത്രകൾ എന്നിവയാണ് ഈ ഘടകങ്ങൾ. ചാർജിംഗ് കമ്പനികൾ ഗ്യാസ് സ്റ്റേഷനുകൾ ദശകങ്ങളായി തുടർന്നു വരുന്ന ഘടകങ്ങൾ സ്വീകരിക്കുന്നതിനൊപ്പം മുകളിൽ പറഞ്ഞ ഘടകങ്ങളും ആശ്രയിക്കാറുണ്ട്. ഇതുമൂലം ഉപഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കുന്നു. മാറ്റം വരുന്ന വിലക്കനുസരിച്ച് ഡ്രൈവർമാർക്ക് എപ്പോൾ ഇന്ധനം നിറയ്ക്കണം എന്ന് തീരുമാനിക്കാം. ഊബർ, ലിഫ്റ്റ് എന്നീ കമ്പനികളുടെ ഡ്രൈവർമാർ ഈ പതിവ് തുടർന്ന് പണം ലഭിക്കാറുണ്ട്. എങ്കിലും പൊതുസ്ഥലത്തെ ചാർജിംഗ് ഇലക്ട്രിക് വെഹിക്കിളിലേക്കുള്ള മാറ്റം കൂടുതൽ സങ്കീർണമാകുന്നു. കാർഡോവ, കാലിഫോർണിയയിൽ EV ഗോയിൽ ചാർജ് ചെയ്യാൻ എത്തുന്ന ഒരാൾ അർദ്ധരാത്രിക്കും രാവിലെ 6 മണിക്കും ഇടയിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ മുഴുവൻ ഇന്ധനം നിറയ്ക്കുവാൻ $35 നൽകേണ്ടി വരും. ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കും രാത്രി 9 മണിക്കും ഇടയിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ $48 നൽകേണ്ടി വരും. ഇത് ഏതാണ്ട് 38% കൂടുതലാണ്. മിക്കവാറും EV സ്റ്റേഷനുകൾ ഇന്ധന വിലയിൽ കൃത്രിമത്വം കാണിക്കാറില്ല. EV ഗോയാണ് US-ലും പല നോർത്ത് ടെക്സസിലും ഉള്ള ഏതാണ്ട് 1,100 ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഉടമകൾ. അവരുടെ നെറ്റ്വർക്കുകളിൽ അൽഗോരിതം തുടർച്ചയായി വില മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു സമീപകാല വരുമാന റിപ്പോർട്ടിൽ കമ്പനി പറഞ്ഞത് അവരുടെ ഡൈനാമിക് നിരക്കുകൾ മൂലം രാത്രികളിലെ സ്റ്റേഷനുകളിലെ ഇന്ധനം നിറയ്ക്കൽ 2 അക്ക നേട്ടത്തിലേക്ക് എത്തി എന്നാണ്. അത് കാരണം തങ്ങളുടെ കേബിളുകൾ പീക്ക് മണിക്കൂറുകളിൽ ഓവർ ബർഡൻസ് ആകുന്നില്ല. CEO ബാദർ ഖാൻ വിശദീകരിച്ചത്, ഞങ്ങൾ പുതിയതായി എന്തെങ്കിലും കണ്ടുപിടിച്ചതായി പറയുന്നില്ല. ഈയിടെ കാലിഫോർണിയ സംസ്ഥാനം നടത്തിയ വിവരശേഖരണത്തിൽ ചാർജിംഗ് സ്റ്റേഷനുകളിൽ സാധാരണയായി വില വിവരങ്ങൾ പ്രദർശിപ്പിക്കാറില്ല. പകുതിയോളം EV ഡ്രൈവർമാർ ഈ വിവരം കണ്ടെത്തുക വിഷമകരമാണെന്ന് പറഞ്ഞു. അവർ മനസ്സിലാക്കിയതിനേക്കാൾ ഉയർന്ന വില ചാർജിങ്ങിന് നൽകേണ്ടി വന്ന അനുഭവം 40% പേർ വിവരിച്ചു.